അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഇതാണ് നിന്റെ പെണ്ണ് കെട്ടിക്കോ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടത്. ലവ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ ഒരു സംഭവമല്ല. 2018 മുതൽ ലവ് മാരേജസ് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 കണക്കനുസരിച്ച് 44% അറേഞ്ച്ഡ് മാരേജ് കുറയുന്നതായിട്ടാണ് കണക്ക്. അപ്പോൾ അതിനെ നമ്മളൊരു മോശം ട്രെൻഡായിട്ട് എടുക്കാൻ പാടില്ല. അറേഞ്ച്ഡ് മാരേജ് പല ഭാഗത്തും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പലരും ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് പോകുന്നു. ആദ്യമൊക്കെ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ നൈസായിട്ടുള്ള ഗുഡ് ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ ഉള്ളതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗമല്ല ഇന്ത്യ. അതെ, അതൊരു പലരും മാരേജിന് മുന്നേ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ 3 പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമുകളിലാണ് 3 പേരും റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്കൗട്ടായില്ല. അത് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതിനേക്കാൾ ഉപരി സെമി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എൻ്റെ മാരിറ്റൽ ലൈഫിൽ വർക്കൗട്ടായെന്ന് പറയുന്നത് എന്നുള്ളത് ഇതിനകത്ത് ലവ് മാരേജിൽ ഒരുപാടുണ്ടാവും. അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ് സംഭവിക്കുന്നത്.